നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വാമപ്പിൻ്റെ സമയം മുതൽ കൂവി വിളിച്ച് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കാത്ത ആരാധകരുടെ വലിയ രൂപത്തിലുള്ള ദേഷ്യത്തിന് പാത്രമായി കളിക്കളത്തിൽ നിൽക്കേണ്ടി വന്ന റയൽ മാഡ്രിഡിൻ്റെ താരങ്ങൾ പക്ഷേ കോവിഡ് തോൽപ്പിക്കാൻ ശ്രമിച്ച ബെർണാബുവിലെ സ്വന്തം ആരാധകരെയും എതിരാളികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അൽവാരോ ആർബുലോയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യ വിജയം അങ്ങ് സമ്മാനിച്ചിരിക്കുന്നു. കിലിയൻ എംബാപ്പയുടെ ഗോൾ പെനാൽറ്റി ഗോളാണ്. പക്ഷെ അദ്ദേഹം 50 ഗോളുകൾ ഇതാ തികച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ റൗൾ അസൻസിയോ വീണ്ടും ഗോൾ അടിച്ചിരിക്കുന്നു. ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയമാണ് ലെവാൻഡയ്ക്കെതിരെ റയൽ മാഡ്രിഡ് നേടിയിരിക്കുന്നത്. ബെർണാബുവിലെ അറ്റ്മോസ്ഫിയർ അതൊരു വല്ലാത്ത അനുഭവമായിരിക്കണം. കാരണം ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. തുടക്കം മുതൽ അങ്ങ് കൂവി വിളിക്കുകയാണ്. ഫ്ലോറന്റിനോ പെരസിനെതിരെ ചാൻഡ്, പുറത്താക്കണം, പുറത്താവണം, റിസൈൻ ചെയ്യണം എന്നൊക്കെ. വിനിക്ക് കൂവൽ, ഫെഡേ വാൽവർത്തിക്ക് കൂവൽ, ബെല്ലിംഗാമിന് കൂവൽ, എല്ലാവർക്കും കൂവലുണ്ട്. ഇവർക്ക് സ്പെഷ്യൽ കൂവൽ. അങ്ങനെ വല്ലാതെ സ്വന്തം താരങ്ങളെ ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിൽ കൈവിട്ട ആ ആരാധകർക്ക് മുന്നിൽ ജയിച്ചു കയറൽ അനിവാര്യമായിരുന്നു. അതവർ നടത്തിയിരിക്കുന്നു. റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഗോൺസാലോ ഗാർഷ്യയും കിലിയൻ എംബാപ്പയും വിനി ജൂനിയറും ഒക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ കളിയിൽ ആദ്യ പകുതിയിൽ അത്ര മികച്ച പ്രകടനം റയലിൽ നിന്ന് വന്നില്ല. ആർബിലോ ഒട്ടും സന്തോഷവാനായിരുന്നില്ല ആദ്യ പകുതി കഴിഞ്ഞു. പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറി. 58-ാമത്തെ മിനിറ്റിൽ സ്വയം വിൻ ചെയ്ത പെനാൽറ്റി കിലിയൻ എംബാപ്പെ ഗോളാക്കി മാറ്റി റയൽ മാഡ്രിഡിന് ലീഡ് നേടിക്കൊടുത്തു. 65-ാമത്തെ മിനിറ്റിൽ ഗ്യൂളറുടെ അസിസ്റ്റിൽ നിന്നാണ് റൗൾ അസൻസിയോയുടെ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി 2-0 ലീഡായി. തീർച്ചയായിട്ടും മികച്ച പ്രകടനമാണ് ഗ്യൂളർ നടത്തിയതെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ ഫ്രാങ്കോയുടെ മസ്റ്റൻഡൂരയുടെ ഒരു കിടിലൻ ഷോട്ട് ഉണ്ടായിരുന്നു. പിന്നെ പലർക്കും അവസരങ്ങൾ, വിനിക്ക് അവസരമുണ്ടായിരുന്നു, ബെല്ലിംഗാമിന് അവസരമുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അവസരങ്ങൾ റയൽ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ കണ്ടു. ഏതായാലും ഒടുവിൽ റയൽ മാഡ്രിഡ് മികച്ച രൂപത്തിൽ തന്നെ കളി അവസാനിപ്പിച്ചു. 2-0 വിജയം നേടിക്കൊണ്ട് ഇതാ FC ബാഴ്സലോണയുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം താൽക്കാലികമായിട്ടാണെങ്കിലും 1 പോയിന്റായി കുറച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ